ഇന്നലെ രാത്രി സ്ലാബുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. സ്ലാബുകൾ നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനാണ് ഇനി ഉള്ളത്. അത് ഇന്നും നാളെയുമായിട്ട് ചെയ്തു തീർത്ത് ആയിഷ ജംഗ്ഷനിലെ നിലവിലുള്ള വെള്ളക്കെട്ട്, ചെറിയ മഴ പോലും ഉണ്ടാകുമ്പോൾ ഉള്ള വെള്ളക്കെട്ട് പോലും തീർക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ബൈപ്പാസിലെ വ്യാപാരികളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരവുമായി നഗരസഭ. ബൈപ്പാസിലെയും പ്രസന്റേഷൻ സ്കൂൾ കോമ്പൗണ്ടിലെയും വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഡ്രൈനേജുകൾ പൊളിച്ച് ഓടകൾ ശുചീകരിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമിട്ട നഗരസഭ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ്. ചാനൽ 10 വാർത്തയെ തുടർന്ന് സത്വര നടപടിയുമായി രംഗത്തിറങ്ങിയ നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ നേതൃത്വത്തിലാണ് നഗര ശുചീകരണം യാഥാർത്ഥ്യമാകുന്നത്. പെരിന്തൽമണ്ണ ബൈപ്പാസിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർവ്വസജ്ജീകരണങ്ങളുമായി രാത്രി തന്നെ എത്തി പ്രവർത്തികൾ തുടങ്ങിയപ്പോൾ നാട്ടുകാർ നഗരസഭാ ചെയർമാന്റെ സത്വര നടപടിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. ബൈപ്പാസിലെയും പ്രസന്റേഷൻ സ്കൂളിലെയും വെള്ളക്കെട്ട് വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദുരിതമായി മാറിയതോടെയാണ് നഗരസഭയുടെ അടിയന്തര ഇടപെടലുണ്ടായത്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ചാനൽ 10 നൽകിയ വാർത്തയെ തുടർന്ന് ഉടൻ സ്ഥലം സന്ദർശിച്ച ചെയർമാൻ പി ഷാജി എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ചെയർമാന്റെ വാക്ക് പാഴ്വാക്കാവാതിരുന്നതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികളും സ്കൂൾ അധികൃതരും. വ്യാപാരികൾക്കും വാഹനയാത്രികർക്കും ആശ്വാസം പകരുന്ന പരിഹാര നടപടിയുമായി നഗരസഭാ ചെയർമാൻ നേരിട്ട് രംഗത്തിറങ്ങിയതോടെ കാലങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിനാണ് പരിഹാരമാവുന്നത്. കഴിഞ്ഞ രാത്രി JCB ഉപയോഗിച്ച് സ്ലാബ് നീക്കിയ ശേഷം ഓടയിലെ മാലിന്യം നീക്കം ചെയ്ത് ശുചീകരിക്കുന്ന പ്രവൃത്തിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഡ്രെയിനേജ് പൂർണ്ണമായും എടുത്തുമാറ്റിയ ശേഷം ശുചീകരണം നടത്താനാണ് തീരുമാനം. നഗരസഭ സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകിയാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. ആയിഷ കോംപ്ലക്സിന് മുന്നിലെ ഡ്രെയിനേജുകളിൽ മണ്ണും ചളിയും അടിഞ്ഞുകൂടി ഓടയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതാണ് ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് മറ്റൊരു കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ പ്രസന്റേഷൻ സ്കൂളിലെ വെള്ളം പുറത്തേക്കൊഴുകുന്ന ഓട സ്വകാര്യ വ്യക്തി അടച്ചതും പ്രശ്നമായി. തിരക്കേറിയ റോഡിൽ ആയിഷ കോംപ്ലക്സിന് മുന്നിലെ ഡ്രെയിനേജിലെ മാലിന്യവും ചളിയും നീക്കം ചെയ്ത് ശുചീകരിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നും ഇത്തരം പ്രവർത്തികളിൽ വൈദഗ്ധ്യമുള്ളവരെയാണ് ശുചീകരണത്തിനായി നിയോഗിച്ചിരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. ആയിഷ ജംഗ്ഷനിലെ വെള്ളക്കെട്ടും അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്കൂളിലെ വെള്ളക്കെട്ടും ഇത് രണ്ടും പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഈ പറഞ്ഞതുപോലെ പ്രസന്റേഷൻ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് ചർച്ച നടത്തി അതിലൂടെ ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മുടെ ഡ്രൈനേജിലേക്ക് വിടാനാണ് അന്ന് തീരുമാനം ഉണ്ടായത്. അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 2 തവണ ശ്രമം നടത്തി, അത് അന്ന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് മുതൽ അതിൻ്റെ വർക്ക് ആരംഭിച്ച് ആ വെള്ളക്കെട്ടിന് ഇന്നത്തോടു കൂടി തന്നെ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ലാബ് എടുത്തിട്ടാണ് മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുക. ഇവിടെ അത് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈനേജിന് അകത്തൂടെ പോയി അത് മണ്ണെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. എന്തായിരുന്നാലും അത് ആളുകളെ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളുകൾ വേണം. ഇത് തന്നെയായിരുന്നു മൗലാന ജംഗ്ഷനിലുണ്ടായിരുന്ന പ്രശ്നം. അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിച്ചത് ഇങ്ങനെ തന്നെയാണ്. ആ ആളുകളെ തന്നെ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രൈനേജിനകത്തുകൂടി പോയി കുറച്ച് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയ മണ്ണ് നീക്കം ചെയ്യണം. അതിന് വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ സമീപിച്ചിട്ടുള്ളത്. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സ്ലാബുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. സ്ലാബുകൾ നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനാണ് ഇനി ഉള്ളത്. അത് ഇന്നും നാളെയുമായിട്ട് ചെയ്തു തീർത്ത് ആയിഷ ജംഗ്ഷനിലെ നിലവിലുള്ള വെള്ളക്കെട്ട്, ചെറിയ മഴ പോലും ഉണ്ടാകുമ്പോൾ ഉള്ള വെള്ളക്കെട്ട് പോലും തീർക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശുചീകരണ പ്രവൃത്തികൾ ദിവസങ്ങൾ നീളുമെന്നതിനാൽ രാത്രിയിലാണ് പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരപിതാവ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്നത് പ്രതീക്ഷയാണ്. തങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്ന ജനപ്രതിനിധികൾ നൽകുന്ന പ്രതീക്ഷയാണ് പൊതുജനത്തിന്റെ ഏറ്റവും വലിയ ആശ്വാസം. ചാനൽ 10 പെരിന്തൽമണ്ണ.
ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ. BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.